റിട്ടയർഡ് ആയപ്പോൾ പോയത് ചാണകത്തിലേക്കാണ്, ഭീകരതയിലേക്കാണ്. അതും ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. ഭീകരതയിലേക്കല്ല പോയത്, ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 1921 ഒക്കെ ഉണ്ടാക്കിയത് ഹിന്ദുക്കളാണോ? എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. അസൽ കാക്കാനെന്ന് പറയും, അത് തന്നെയാണ് കേട്ടോ ആള് പറഞ്ഞ ആ വാക്ക്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ആള് അസൽ കാക്കാനെന്നല്ല, നല്ല അസൽ ജിഹാദി കാക്കാനാണെന്നും കൂടിയാണ് ഇവിടെ നമുക്ക് തെളിവ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ ചർച്ചയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അതാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാം. വല്ല ബോംബറ്റുണ്ടാക്കുന്ന ടീമായിരിക്കണത് മറ്റേ ICICI ഇല്ലേ, അതന്നെ. അത് സ്ഫോടനത്തിന്റെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഈ കേരളത്തിൽ നിന്നുള്ള 3 പേർക്ക് തൂക്കുകയർ വിധിച്ച ആ ശിക്ഷാ വിധി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പോലും അതിലൊരു പ്രതികരണം നടത്താനോ ഒരു വിഭാഗത്തെ ഒരു വിധത്തിലും നുള്ളി നോവിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധി, ആ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി. ആ ഹൈക്കോടതി വിധിയെ മാനിക്കേണ്ടത് ജനാധിപത്യ ക്രമത്തിൽ ഏതൊരു പൗരന്റെയും ബാധ്യതയാണ്. എന്നാൽ ഒരു ഹൈക്കോടതി വിധി ഒരു രാജ്യത്തെ സംബന്ധിച്ച് അന്തിമമാണ് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അവർ അപ്പീൽ പോകും, സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. തീർച്ചയായിട്ടും ഏത് വിഭാഗമായാലും ഒരു രാജ്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതിനോട് ഒരു നിലയ്ക്കും, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഒരു നിലയ്ക്കും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നില്ല. ഭയങ്കരം തന്നെ. എന്നാൽ ഈ ഇപ്പോൾ താങ്കൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ആ വർഗീയതയോ അല്ലെങ്കിൽ ഭീകരതയെ സംബന്ധിച്ച് പറയുമ്പോൾ, കൊടും ഭീകരതയുടെ ഒരു ഭാരത സ്റ്റോറിയുടെ പരമ്പര കഴിഞ്ഞ 10-20 വർഷക്കാലമായി പറയാനുള്ള ഒരു രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് നമ്മൾ കേരളത്തിലെ 3 യുവാക്കൾ തീവ്രവാദത്തിൽ പോയതിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്രയും വേണോ? നമുക്കറിയാം, സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകരുന്നതിന് മുമ്പ് ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ധീരോദാത്തമായ ചെറുത്തുനിൽപ്പും നേതൃത്വം നൽകിയ രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത് കടാര കുത്തി ഇറക്കിയ കൊടും ഭീകരനായ ഗോഡ്സയെ പോലെയുള്ള ആളുകളെ ഇന്നും പൂജിക്കുന്ന ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 പേരുടെ ഭീകരതയ്ക്കെതിരായിട്ട് ചർച്ച ചെയ്യുന്നതോടുകൂടി നമ്മൾ ഓർക്കണം. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരുവിധ ഭീകരതയെയും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാനും എന്റെ പ്രസ്ഥാനവും. ഈ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹങ്ങളും അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ട സമൂഹങ്ങളുണ്ട്. ആസാമിന്റെയും ഭിവണ്ടിയുടെയും ജംഷഡ്പൂരിന്റെയും വാരണാസിയുടെയും അയോധ്യയുടെയും അലിഗഡിന്റെയും ഒക്കെ തെരുവോരങ്ങളിൽ കുന്നുകൂടപ്പെട്ട ആയിരക്കണക്കിന് കബന്ധങ്ങളുടെ കഥ പറയാനുണ്ട്. ചത്താലും നിന്റെ തെണ്ടിത്തരം വിട്ടുപോകില്ലല്ലേ? കേട്ടു വളർന്ന യുവാക്കളിൽ ഏതെങ്കിലും അവിവേകികൾ, അപക്വമതികൾ വികാരത്തിന് അടിമപ്പെട്ട് തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപദേശം നൽകി തിരിച്ചു കൊണ്ടുവരേണ്ടതും ജനാധിപത്യത്തിലും നീതിന്യായത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മാത്രമേ ഈ ഫാസിസത്തിനും സംഘപരിവാർ ഭീകരതയ്ക്കും എതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് രാജ്യത്ത് നടത്താൻ പറ്റൂ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞാൻ. 3-4 DGPമാർ ഈ സമൂഹം ആദരിക്കേണ്ടവർ, ഈ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടവർ, സമൂഹത്തിന് നല്ല സന്ദേശം നൽകേണ്ടവർ റിട്ടയർഡ് ആയപ്പോൾ പോയത് ചാണകത്തിലേക്കാണ്, ഭീകരതയിലേക്കാണ്. അതും ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. അല്ല, ഇതില് ശ്രീ ജലീൽ പറഞ്ഞതുപോലെ ഞാൻ ഭീകരതയിലേക്കല്ല പോയത്, ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ശ്രീ ജലീൽ പറഞ്ഞതുപോലെ നോക്കുക, ഇന്ത്യയിൽ വന്ന ഈ മതങ്ങളെയെല്ലാം കൈനീട്ടി സ്വീകരിക്കുകയും അവർക്ക് എല്ലാ സഹകരണവും കൊടുക്കുകയും ചെയ്തതാണ്. ഇപ്പം കേരളത്തിൻ്റെ കാര്യത്തിൽ എന്നാണ് കേരളത്തിൽ ഈ മത സൗഹാർദ്ദം തകർന്നത്? ഈ 1921 ഒക്കെ ഉണ്ടാക്കിയത് ഹിന്ദുക്കളാണോ? എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. അതല്ലെങ്കിൽ അതിനു മുമ്പ് ഹിന്ദുവിൻ്റെ ടിപ്പുവിൻ്റെ പടയോട്ടം നടത്തി ഹിന്ദുക്കളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത് ഹിന്ദുക്കളുടെ വകയായിട്ടായിരുന്നോ? അപ്പൊ അതൊന്നും അങ്ങനെ ഉണ്ടായതല്ല. അതായത് ഇന്ത്യയിലെ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ സനാതനധർമ്മി എന്ന് പറയുന്ന വിഭാഗം എല്ലാവരെയും സ്വീകരിക്കുകയും ലോകത്തു നിന്നുള്ള എല്ലാ മതങ്ങളെയും സ്വീകരിക്കുകയും എല്ലാവരെയും അവർക്ക് വളരാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തതാണ്.
ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. അല്ല, ഞാൻ ഇവിടെ ഈ വിധി വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പുതുമയൊന്നുമില്ല. കാരണം നമ്മളെപ്പോഴും പറയാറുള്ള മാതിരി ഈ ഒരു ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം, ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തീവ്രവാദികൾ കാണിച്ചു തരാറുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ജലീലിനെ പോലെയുള്ള ആളുകൾക്ക് ഇസ്ലാം അറിയാത്തതിന്റെ പേരിൽ, അവർ മദ്രസയിൽ ഇരുന്ന് ഉറങ്ങിയതിന്റെ പേരിൽ അവർക്ക് കാര്യം മനസ്സിലാവില്ല. അപ്പൊ തീവ്രവാദികൾ ഇത് കൃത്യമായിട്ട് മദ്രസയിലും അല്ലാതെയൊക്കെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ, അതിന്റെ ഭാഗമായിട്ട് നാട്ടിലെ ആളുകൾക്ക് വഴിയിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമ്പോൾ, അതിനെ തിരിച്ചറിയുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക്, എക്സ് മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മളിത് പുറത്തു വന്നും പറയുമ്പോൾ, ഇത് കണ്ടിട്ട് ഇതൊന്നും അറിയാത്ത ആളുകൾ, ഈ ജലീലിനെ പോലെയുള്ള ആളുകൾ മുറവിളി കൂട്ടുമ്പോൾ, കിടന്ന് പൊളയുമ്പോൾ നമുക്കത് കണ്ടിട്ട് സഹതാപമാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതുപോലുള്ള ആളുകൾ ഈ മതം പഠിക്കാൻ തയ്യാറാവുക, എന്താണ് ഇസ്ലാമിൽ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ജലീലിനെ പോലുള്ള ആളുകൾ ഈ ഉളുപ്പില്ലാതെ ഇരുന്നിട്ട് ഇതിനൊക്കെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ, ഇവരെ പോലുള്ള ആളുകളാണ് ഈ ജിഹാദികൾക്ക് കൂട്ടിക്കൊടുക്കുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പണ്ട് രാഹുൽ ഈശ്വറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കൂട്ടിക്കൊടുക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലുള്ള മുസ്ലിം നേതാക്കൾ, അവർക്ക് ഈ സാധനത്തെക്കുറിച്ച് അക്കും പൊക്കും അറിയാതെ ഇതേപോലുള്ള കാര്യങ്ങൾ വന്നിരുന്നിട്ട് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും വിധേന ഈ ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു തിന്മ, ഇപ്പോൾ ഹിന്ദു മതത്തിൽ ജാതീയതയെക്കുറിച്ച് ഇയാൾ ഘോരം പ്രസംഗിക്കുന്നത് കണ്ടു. ഏതെങ്കിലും ഹിന്ദു ഇവിടെ വന്നിരുന്നിട്ട് പച്ചയ്ക്ക് ഒരു ജാതീയതയെ സംബന്ധിച്ചിട്ട് അനുകൂലമായിട്ട് പറയാൻ ആർക്കെങ്കിലും ഇവിടെ ധൈര്യമുണ്ടോ? അത് പറയുന്ന സമയത്ത് അവന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്താണ്? അത് പറയുന്നത് ശരിയല്ല എന്ന് അവനൊരു പൊതുബോധമുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ മലയാള നാട്ടിലെ ഈ സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഈ ജിഹാദികൾക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ, അത് കള്ളക്കേസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് കൈയടിക്കുമ്പോൾ ഇത് ജിഹാദിന് വളമാകുന്നു. ഇനി ഇവർക്ക് ഈ ഒരു ഇടവേള സമയത്ത് നമ്മളെ ജലീലുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞ ഒരൊറ്റ വാക്കുള്ളൂ, ഞാൻ നല്ല അസൽ കാക്കാനെന്ന് പറഞ്ഞു. അത് തന്നെയാണ് കേട്ടോ ആള് പറഞ്ഞ ആ വാക്ക്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ആള് അസൽ കാക്കാനെന്നല്ല, നല്ല അസൽ ജിഹാദി കാക്കാനാണെന്നും കൂടിയാണ് ഇവിടെ നമുക്ക് തെളിവ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ ചർച്ചയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അതാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാം. അതായത് ഒരു 3-4 വിഷയങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിഷയം, സനൂഫ് എന്ന് പറയുന്ന ആ ഒരു ജിഹാദി ആയിട്ടുള്ള മുസ്ലിം അവിടെ ഒരു കമന്റ് എടുക്കുകയും പഹൽഗാം അക്രമത്തെ കുറിച്ചിട്ട് ഒരു വളരെ വളരെ ദേശവിരുദ്ധമായ, വളരെ തീവ്രവാദത്തിന് അനുകൂലമായ ഒരു കമന്റ് ഇട്ടപ്പോൾ, 1 വർഷം മുന്നേ ഇട്ടപ്പോൾ, അത് പിടിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഈ ജിഹാദി അനുകൂലമായ ആളുകൾ എന്താ പറഞ്ഞത്? ഇത് അയാളുടെ മൊബൈൽ എവിടെയോ മാറിയിരുന്ന സമയത്ത് മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ഏതോ സംഖ്യ ഒപ്പിച്ച പണിയാണെന്നാണ് ഇവിടുത്തെ ജിഹാദികൾ പറഞ്ഞത്. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? സമാനമായ രീതിയിൽ ഈ പറയുന്ന ഈ കമന്റ് ഇട്ടത് മോശമാണ്, പക്ഷെ അയാൾ ചെയ്തത് ഒരു വളരെ ക്രിമിനൽ ആയിട്ടുള്ള ഒരു സംഗതിയൊക്കെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ആ മൈൻഡ് സെറ്റ്, ആ റിലീജിയസ് ആയിട്ടുള്ള മോട്ടിവേഷനെ തള്ളി പറയാൻ നമ്മുടെ ജലീൽ തയ്യാറല്ല. ഇത് തന്നെയല്ലേ ഈ ജിഹാദിത്തരം എന്ന് പറയുന്നത്? ഇതത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, അതിനെ ഞാൻ വളരെ തള്ളി പറയുന്നു, ഭയങ്കര തെമ്മാടിത്തരമാണെന്നൊക്കെ പറയും. പക്ഷെ ഇവർ ഈ ചെയ്തതിന്റെ പിന്നിൽ ജിഹാദ് എന്ന് പറയുന്ന ഇസ്ലാമിൽ ആശയമാണെന്ന് പറയാൻ നട്ടലുണ്ടോ ഈ ജലീലിന്? ഇല്ല. അപ്പോൾ ഈ ജിഹാദികൾക്ക് അറിയാം, അവരെന്ത് തോന്നിയാൽ ഒപ്പിച്ചാലും, അത് ഇസ്ലാമിന്റെ പേരിൽ ഒപ്പിച്ചാൽ പോലും അതിനെ വെളുപ്പിക്കാൻ ഇതേപോലെ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരായ ജലീലിനെ പോലുള്ള കുറെ ആളുകൾ ഈ നാട്ടിൽ കറങ്ങി നടപ്പുണ്ടെന്ന് അറിയുന്ന ആളുകളാണ് ഈ ജിഹാദികൾ. കാലനായിട്ടാണോ അവനെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്?